ലൈറ്റീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും കുറച്ച് ഗാർഡൻ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് ചെടികളും കൂടെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ജോലി കഴിഞ്ഞ് വന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നേരം വൈകിട്ടാണ് ഇരുട്ടാവുന്നത്. അപ്പോൾ നമുക്ക് വൈകുന്നേരം വന്നാലും കുറച്ച് സമയം ഉണ്ടാവും കേട്ടോ. എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള സമയം നമുക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് കിട്ടുന്നുണ്ട് കേട്ടോ. കാരണം ഒരുപാട് നേരം വൈകിട്ടാണ് ഇരുട്ടാവുന്നത്. ഇപ്പം തന്നെ 5:30 കഴിഞ്ഞു. പക്ഷേ നല്ല വെളിച്ചമുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പുറത്തൊക്കെ ചെയ്യാനായിട്ട് അരമണിക്കൂർ എന്തായാലും സമയം കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി സെറ്റാക്കാം കേട്ടോ. അപ്പോൾ ഇതായി കാണുന്നത് നമ്മുടെ ബ്രൈഡൽ ബൊക്കെ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിനൊന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എന്താ പറയുക, ചാരി കൊടുക്കണം. ഇതിങ്ങനെ ചെത്തിയുടെ ചോട ഇരുന്നാൽ പൂക്കളുണ്ടാവില്ല. ചെത്തിപ്പൂ നോക്കി എന്തൊരു ഭംഗിയാണ്. സന്ധ്യാസമയത്ത് ഈ ചെത്തിപ്പൂക്കളെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. നല്ല രസമല്ലേ കാണാനായിട്ട്. നല്ല നല്ല കളറാണ്. ഈ ഒരു എന്താ പറയുക, സന്ധ്യാസമയത്ത് പ്രത്യേകം, വൈകുന്നേരത്തെ സമയത്ത് ഒരു പ്രത്യേക ഭംഗിയാണ്. നല്ല രസമാണ്. നിറയെ മുട്ടുകളൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നിറയെ മുട്ടുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇത് നമ്മൾ കുറേ വെട്ടിക്കളഞ്ഞതാണ്. വീണ്ടും നന്നായിട്ട് തളിർപ്പുകളൊക്കെ വന്ന് നന്നായിട്ട് പൂക്കളുണ്ടാവുന്നുണ്ട് കേട്ടോ. ഇപ്പോഴാണെങ്കിൽ നമുക്ക് അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ കൊടുക്കാനായിട്ട് ചെത്തിപ്പൂക്കളും താമരപ്പൂക്കളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പാക്കിംഗ് ഒന്നും ഇല്ലാത്ത പറ്റുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി പൂക്കളൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കുണ്ടല്ലോ, ചെത്തിപ്പൂക്കളെ കാണിക്കാനല്ല കേട്ടോ ഞാൻ വന്നത്. ഇതിൻ്റെ ഭംഗി കണ്ടപ്പോൾ ഒന്ന് നിങ്ങളെ കാണിച്ച് തന്നു എന്ന് മാത്രം. നല്ല കൊട്ട പോലെ ഇരിക്കുന്നത്. ഈ ബ്രൈഡൽ ബൊക്കേനെ ഇവിടെ നിന്ന് എടുക്കണം. എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ചാരി ആളെ ഒന്ന് സെറ്റാക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ ചെത്തിയുടെ താഴേന്ന് ചട്ടിയും കൂടെ എടുത്തിട്ടുണ്ട്. വലിയ വാർക്കച്ചട്ടിയിലാണ് കേട്ടോ ആ കമ്പ് ഇങ്ങനെ കുത്തി വെച്ചിരുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ മറ്റേ ഈ വൈറ്റും ഗ്രീനും കളറിലുള്ള ലക്കി ബാമ്പുവിൻ്റെ ഒരു കമ്പ് എപ്പോഴും ഞാൻ ഒടിഞ്ഞത് ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു 3 പ്ലാന്റായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ തൽക്കാലം ഇതിൽ നിന്ന് പറിച്ച് മാറ്റി ഇനി വേറെ ഏതെങ്കിലും ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഞാൻ അതിലേക്ക് കയറ്റി വിടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് നമ്മൾ കൊറോണ കാലത്ത് ഉണ്ടാക്കിയതാണ് കേട്ടോ. കൊറോണ കാലത്ത് ഇങ്ങനെ കുറേ ലീലാവിലാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഉണ്ടായിരുന്ന ആണല്ലോ. അപ്പോൾ ഈ അന്നൊരു പൂതിക്ക് അങ്ങനെ ഉണ്ടാക്കി അകത്തൊക്കെ കൊണ്ടുവച്ചിട്ട് ചട്ടിയിൽ ചെടിയൊക്കെ വെച്ചിരുന്നു. പിന്നീട് ഇത് തോന്നി ഒരുപാട് ഹൈറ്റായിപ്പോയി. പിന്നെ ആ ഒരു സ്റ്റാൻഡ് ഇങ്ങനെ എന്തോ ഒരു ഏറ്റക്കുറച്ചിൽ കാരണം കൊണ്ട് ഒരു എന്താ പറയുക, കുഴപ്പമില്ല. നമ്മൾ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. ഇടയ്ക്ക് ഇപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരാളും കൂടി ഉണ്ടല്ലോ, ലക്കി കുട്ടൻ. അപ്പോൾ അവന് തക്കം കിട്ടുമ്പോൾ നമ്മൾ വാതിൽ തുറന്നിടുകയാണെങ്കിൽ അകത്തേക്ക് ഓടിക്കയറും. അപ്പോൾ ഈ സ്റ്റാൻഡൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തട്ടിയിട്ട് ടൈലൊക്കെ പൊട്ടിച്ച് കളയും. അങ്ങനെ ഞാനത് അകത്തുനിന്ന് എടുത്ത് മാറ്റി പുറത്ത് വെച്ചേക്കായിരുന്നു കേട്ടോ. പുറത്തായാലും സ്ഥിതി ഇത് തന്നെയാണ്. ഒരു പ്രാവശ്യം ചെടി അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അവൻ അതൊക്കെ എപ്പോഴും തട്ടിയിടണാറും കൊണ്ട് പിന്നെ ഞാൻ അതിനങ്ങോട്ട് മാറ്റി വെച്ചേക്കായിരുന്നു. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു ഡക്ക് ഫീറ്റിൻ്റെ പ്ലാന്റും ഇതുപോലെ കയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് തല ഇതുപോലെ തന്നെ തല താഴേക്ക് ആക്കി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. അതും ചട്ടി മുകളിൽ ഇറക്കി വെച്ചു. ഇതിനിപ്പോൾ ചട്ടിയുടെ ഉള്ളിൽ ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കയറ്റി കൊടുക്കാമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ മുകൾ ഭാഗത്ത് വേറെ ഒന്നുമില്ലല്ലോ, പ്ലെയിനല്ല. അപ്പോൾ ഞാൻ ഒരു കയറെടുത്തും കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് കെട്ടിക്കൊടുത്തു. അതിന് ശേഷം ഇതിനെ നമ്മുടെ ബ്രൈഡൽ ബൊക്കേനെ ഇങ്ങനെ കയറ്റി ടാഗ് വെച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്തു കേട്ടോ. അല്ലെങ്കിൽ ഊർന്നിങ്ങോട്ട് നിലത്തേക്ക് വിടും. അപ്പോൾ ഒന്ന് വളർന്ന് സെറ്റാവണ വരെ നമ്മളൊരു ടാഗ് വെച്ച് കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഫൈനൽ ലുക്ക്. ഇനി ഞാൻ പ്രതീക്ഷിച്ച പോലെ അതിൻ്റെ ഉള്ളിൽ മാത്രം വളർന്ന് നിറയെ പൂക്കളൊക്കെ ഉണ്ടാവുമോ എന്ന് നമുക്ക് കണ്ടു നോക്കാം. അങ്ങനെ ഞാൻ നല്ല വെയിൽ കിട്ടണ ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ അടിയിലാണെങ്കിൽ നല്ലപോലെ പുല്ലുണ്ട് കേട്ടോ. അപ്പോൾ പുല്ലൊക്കെ ചെത്തിക്കളഞ്ഞാൽ പെട്ടെന്ന് കളയും. പക്ഷേ ഇപ്പോൾ തൽക്കാലം ചെത്താൻ എനിക്ക് നിവൃത്തിയില്ല. കാരണം നമ്മൾ കൂടുതൽ ഭാരപ്പെട്ട ജോലികളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് പണി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചേക്കാണ്. നമുക്ക് അടിയിലത്തെ പുല്ലുകൾ നമ്മുടെ കനാലിൽ വെള്ളം വരുമ്പോൾ മുറ്റത്തൊക്കെ നല്ല നനവുണ്ടാവും.
അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വെള്ളം വന്ന് നല്ലോണം നനഞ്ഞ് കിടക്കായിരുന്നു. അപ്പോൾ ഇട ദിവസങ്ങളിൽ നമുക്ക് ഇങ്ങനെ പുല്ലൊന്നും പറിച്ചിരിക്കാൻ സമയം കിട്ടില്ലല്ലോ. അപ്പോൾ തൽക്കാലം ഇപ്പം ഞാനിവിടെ വെച്ചു. എന്നിട്ട് നമുക്ക് കനാലിൽ വെള്ളം വരണ സമയത്ത് മുറ്റമൊക്കെ നനഞ്ഞ് കിടക്കണ സമയത്ത് പറിച്ച് കളയാൻ സുഖമാണ്. അല്ലെങ്കിൽ മുറ്റം നല്ലപോലെ നനച്ചിട്ട് പറിച്ച് കളയാമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഞാൻ മഞ്ഞ ബ്രൈഡൽ ബൊക്കറ്റ് പ്ലാന്റിനെയും ഒരു മതിലിൻ്റെ അരികത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ടെക്കോമ പ്ലാന്റ് നിൽക്കുന്നുണ്ടായിരുന്നു, അതിനെയും കൊണ്ടുവന്ന് വെച്ചു. ടെക്കോമ പ്ലാന്റ് എന്ന് പറയാം, അതും ഒന്ന് നേരെ നിൽക്കാൻ വേണ്ടിയിട്ട് അതിനൊരു കമ്പ് കുത്തി കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ചിലവില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ചെയ്യണം കേട്ടോ. കാരണം ഇപ്പോൾ ഒരുപാട് പൈസ ചിലവാക്കി എന്താ പറയുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യണില്ല എന്ന് വിചാരിച്ചു. ഇപ്പോൾ തൽക്കാലം നമുക്ക് സീറോ കോസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മൾ വേസ്റ്റായിട്ട് മാറ്റിയിട്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൊണ്ടുവന്ന് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ വയ്ക്കാം. ഇനി പിന്നീട് നല്ല രീതിയിലൊക്കെ ചെയ്യാം. നമ്മൾ പരമാവധി പൈസ കുറച്ച് ചിലവാക്കിയിട്ട് ഗാർഡനിലെ കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. അതായിരിക്കും നമുക്ക് കുറച്ചും കൂടി സേഫ്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോട്ടെ. ഭാവിയിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടൊക്കെ കാശ് കൂടുതലൊക്കെ ചിലവാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. സീറോ കോസ്റ്റിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നമുക്ക് നല്ലതെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ. മുന്നൊക്കെ ഞാനിങ്ങനെ വർണ്ണിക്കേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഒരുപാട് കാശ് വേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ പോട്ടെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ബ്ലീഡിങ് ഹാർട്ട് പ്ലാന്റ് അവിടെ നിന്ന് അതിങ്ങനെ പടർന്ന് ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാഞ്ഞ് കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ആ സൈഡിൽ കൂടി പോകുമ്പോഴൊക്കെ നമുക്ക് അവിടെ അടിക്കുമ്പോഴും ഒക്കെ ഭയങ്കര ചുറ്റിക്കെട്ടാണ്. അതിനെ മാറ്റി വെച്ചിട്ടൊക്കെ വേണം അടിക്കാനായിട്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് എടുത്ത് ഈ ഒരു മതിൽ സൈഡിൽ സെറ്റാക്കാനായിട്ട് ഞാൻ കുറേ പരിശ്രമിച്ച് നോക്കി. ഒരു കമ്പോ ഓസും ഒരു പൈപ്പിൻ്റെ ഉണ്ടായിരുന്നു. ആ പൈപ്പ് കുത്തി വെച്ചിട്ട് അങ്ങനെ കെട്ടി വയ്ക്കാൻ നോക്കിയിട്ട് അതിന് കുറേ ചില്ലകളുള്ള കാരണം കൊണ്ട് എന്ത് ചെയ്താൽ ആ പൈപ്പിനെ അവിടെ എനിക്ക് നിവർത്തി വെക്കാൻ പറ്റുന്നില്ല. വീണ്ടും അതിങ്ങനെ ചാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ വിചാരിച്ചു, പിന്നെ എനിക്ക് കുറേ നേരം അതും വിട്ട് പണിത് കഴിഞ്ഞിട്ട് കയറൊക്കെ വെച്ച് കെട്ടി നിർത്താനൊക്കെ നോക്കി. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചട്ടിയിലേക്ക് നല്ല പോലെ വേരിറങ്ങി. അപ്പോൾ വേരിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വെക്കണ കമ്പോ മറ്റേ പൈപ്പ് വന്നിട്ടായാലും ഒരുപാട് അങ്ങോട്ട് ഇറങ്ങണില്ല പൈപ്പ്. അതാണ് പ്രശ്നം. നന്നായിട്ട് ഇറക്കി വെക്കുകയാണെങ്കിൽ അതവിടെ സെറ്റായിട്ട് നിന്നേനെ. ഇത് പൈപ്പ് അങ്ങോട്ട് ഇറക്കി വെക്കാത്തത് കൊണ്ട് നമുക്ക് ഈ ഒരു ചെടീനെ അതിൽ സപ്പോർട്ട് ചെയ്ത് നിർത്താൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ കുറേ പരിശ്രമത്തിന് ശേഷം പിന്നെ ഞാൻ അവിടെ നിന്ന് എടുത്ത് ഇപ്പുറത്തേക്ക് തന്നെ വെച്ചു. ഇതാ ഉണ്ടായത്. ഇതൊരു മെറൂൺ കളറും ലൈറ്റ് ഒരു റെഡ് കളറും പിങ്ക് കളറും കൂടിയിട്ടുള്ള ഒരു ബ്ലീഡിങ് ഹാർട്ട് പ്ലാന്റാണ് കേട്ടോ. നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിലും കൂടുതൽ ഇഷ്ടം വൈറ്റും റെഡും ഉണ്ടായിരുന്നു കേട്ടോ. അത് നല്ല ഭംഗിയാണ്. അത് ഇത്രയ്ക്ക് അങ്ങോട്ട് പെട്ടെന്ന് പടരില്ല. അത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയിൽ നിന്നിരുന്നതാണ്. പക്ഷേ അത് എങ്ങനെയോ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഞാൻ അവസാനം കുറേ കമ്പുകളൊക്കെ അതിൽ നിന്ന് മുറിച്ച് മാറ്റി വെച്ച് നോക്കി. എന്നിട്ടും അതവിടെ നിൽക്കുന്നില്ല. കമ്പാണ് കേട്ടോ. എന്താണ് പൈപ്പല്ല, പുളിയുടെ കമ്പ് ഒടിച്ചുകൊണ്ടെന്ന് വെച്ചിട്ട് അതും വെച്ചിട്ടാണ് സപ്പോർട്ട് ചെയ്യാൻ നോക്കിയത് കേട്ടോ. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും അതിനവിടെ സെറ്റാക്കാൻ പറ്റിയില്ല. കുറേ കമ്പുകളൊക്കെ ഞാൻ അവിടെ നിന്ന് മുറിച്ച് കട്ട് ചെയ്തൊക്കെ മാറ്റി. എന്നിട്ടും രക്ഷയില്ല. കയറ് വെച്ച് കെട്ടി വെച്ച് നോക്കി. എന്നിട്ടും നോ രക്ഷ. ഇതൊക്കെ ഉണ്ടല്ലോ, ഫസ്റ്റ് നമ്മൾ ഒരു ചെടി പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് അതിന് വള്ളികളൊക്കെ പടർന്ന് കഴിയണ സമയത്ത് തന്നെ നമുക്കിതിനെ കുത്തി കൊടുത്ത് നിർത്തേണ്ടതായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് നമുക്ക് അതിന് സാധിച്ചില്ല. അതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചട്ടിയുടെ ഉള്ളിലേക്ക് വേരൊക്കെ നിറഞ്ഞിട്ട് വേരിലേക്ക് അങ്ങോട്ട് ഈ ഒരു കമ്പ് ഇറങ്ങണില്ല. അതാണ് ഉണ്ടായത്. നിറയെ മണ്ണ് കുറച്ചിട്ടുള്ളൂ. പക്ഷേ നന്നായിട്ട് വലിയൊരു പ്ലാന്റായി. അങ്ങനെ കുറേ കട്ടിങ്സൊക്കെ ഞാനിങ്ങനെ എടുത്തു. ഇനി കട്ടിങ്സൊക്കെ നമുക്ക് പിടിക്കുമോ നോക്കണം. ഇതിൻ്റെ കമ്പുകൾക്കൊന്നും അധികം കട്ടിയില്ലാത്തതാണ്. വേനൽക്കാലത്ത് ഇത്തിരി റിസ്ക്കാണ് ഇങ്ങനത്തെ കമ്പൊക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട്. എന്നാലും ഞാൻ കുറേ കമ്പുകളൊക്കെ എടുത്തു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എന്നിട്ടും രക്ഷയില്ല. എന്നിട്ട് പിന്നെ ഞാൻ അവസാനം എടുത്തിട്ട് ഈ ഒരു സൈഡിലേക്ക് തന്നെ, നേരത്തെ വെച്ച സൈഡിൽ അവിടേക്ക് തന്നെ കൊണ്ടുവച്ചു കേട്ടോ. ഇനി ഞാൻ പറഞ്ഞില്ലേ, പുല്ലൊക്കെ പറിക്കണം, എന്നാലാണ് ഒരു ഭംഗി. പുല്ലിൻ്റെ ഇടയിലാണ് ഞാനിപ്പോൾ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. ഇത്രയും ചെയ്തു വന്നപ്പോഴേക്കും ഞാൻ അങ്ങോട്ട് വേർത്ത് കുളിച്ചു കേട്ടോ.
അത് കഴിഞ്ഞിട്ട് നേരത്തെ പറിച്ചെടുത്ത ലക്കി ബാമ്പു പിന്നെ ഞാനൊരു ചട്ടിയിൽ കട്ട് ചെയ്തിട്ട് പിടിപ്പിച്ചു. നമ്മൾ ചെടികളൊക്കെ എന്ത് ചെടികളായാലും ഒരുപാട് ഹൈറ്റിൽ പോണേന് നല്ലത് ഇതൊക്കെ നമുക്ക് വെട്ടി നിർത്തി ബുഷാക്കി നിർത്താൻ പറ്റുള്ളൂ. ഒരു ചട്ടി നിറച്ച് വെക്കാൻ പറ്റും. അങ്ങനെ വെട്ടി കഷ്ണങ്ങളാക്കിയിട്ട് ഞാനിതാ അതിൽ തന്നെ കുത്തി കൊടുത്തു. ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും കേട്ടോ. വെള്ളത്തിൽ വെച്ചിട്ടായാലും വേര് പിടിപ്പിക്കാം, ഇങ്ങനെ വെച്ചിട്ടായാലും പ്രശ്നമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ വേര് വന്ന് അത് നല്ല ഓക്കെ ആയിക്കോളും. അങ്ങനെ എന്ത് സാധനം ഇപ്പോൾ നമ്മൾ വേര് പിടിപ്പിക്കാൻ വെക്കുകയാണെങ്കിൽ തണലത്തേക്ക് കൊണ്ടുവയ്ക്കണം. വെയിലത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാശമായി പോവും. അപ്പോൾ ഞാൻ ആ സൈഡിലേക്ക് തണലത്തേക്ക് കൊണ്ടുവച്ചു. അപ്പോൾ ഇത്രയും കട്ടിങ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നാളെ ഇനി സമയം കിട്ടും പോലെ നമുക്കത് വെച്ച് പിടിപ്പിക്കാം. എന്നിട്ട് നോക്കാം പിടിക്കുമോ നോക്കാം. അങ്ങനെ മറ്റേ ലക്കി ബാമ്പുവിന് ഞാൻ ഇവിടേക്കാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ തന്നെ കുറച്ച് ഇപ്പോൾ ഇരുട്ടായിട്ട് എന്തായാലും ഒരു മണിക്കൂർ സമയം കിട്ടി നമുക്കിതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അതാ ഈ ഒരു സൈഡിൽ നിന്നാണ് ഞാൻ ബ്ലീഡിങ് ഹാർട്ട് പ്ലാന്റിൻ്റെ എടുത്തത്. ഇപ്പോഴും വെള്ളിയൊക്കെ നിലത്ത് പടർന്നിട്ട് ഇനിയൊരു പ്ലാന്റും കൂടെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇനി ഇവിടെ ഒന്നും ചെയ്യാൻ നിൽക്കുന്നില്ല, നിർത്താണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. ഇരുട്ടാവാറായി. നല്ല ചൂടിട്ടാ. മഴക്കാരൻ്റെ ആണാവോ വേർത്ത് കുളിച്ചു ഞാനാകെ. ഇനിയിപ്പോൾ പതുക്കെ ചെടി നനയ്ക്കണം. ഇനി അടുത്ത പണി ചെടി നനയ്ക്കലാണ്. ചെടി നനച്ചിട്ടില്ല. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ പെയ്താറിനോണ്ട് നല്ലപോലെ നനവുണ്ട് കേട്ടോ. ചട്ടിയിലൊക്കെ നല്ലപോലെ നനവുണ്ട്. ഹാങ്ങിങ് പ്ലാന്റ്സിന് നമുക്ക് അങ്ങോട്ട് വെള്ളത്തില്ലല്ലോ. അപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ്സിന് മാത്രം ഒന്ന് നനയ്ക്കണം. പിന്നെ നമ്മൾ കുറച്ചൊക്കെ കമ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, പിടിപ്പിക്കാനല്ല ഇങ്ങനെ ചട്ടിയിൽ തന്നെ, അതും നനച്ചു കൊടുക്കണം കേട്ടോ. അത് ഡെയിലി ഇങ്ങനെ നനച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ ബിഗോണിയുടെ ലീഫ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചെറുതായിട്ടൊന്ന് തുളിച്ച് വിടണം. അപ്പോൾ അത്രയും കൂടി ചെയ്യണം കേട്ടോ. അപ്പോഴേക്കും ഇരുട്ടാവും. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒത്തിരി പേര് വീഡിയോസൊക്കെ ഇടുമ്പോൾ ഒരുപാട് നല്ല കമൻസുകളൊക്കെ വെച്ചാൽ ബിഗോണിയുടെ ലീഫൊക്കെ വെച്ച് പിടിപ്പിക്കാൻ അറിയില്ലായിരുന്നു കമൻസൊക്കെ ഇടണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ മിക്കവർക്കും അറിയാമായിരിക്കും, അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. ഒരു 100-ൽ 10 പേരെങ്കിലും അറിയാത്തവരുണ്ടാവും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. എനിക്ക് എനിക്ക് എന്തായാലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതിലൂടെ അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തുന്നത്. പിന്നെ വീഡിയോ എടുക്കുന്നതും ഇങ്ങനെ എനിക്കും എനിക്ക് ഞാൻ തന്നെ സ്വയം ചെയ്യുന്നൊരു മോട്ടിവേഷനാണ് കേട്ടോ. വീഡിയോ എടുത്ത് ചെയ്യുമ്പോൾ എനിക്കൊരു ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അത് ചെയ്യണമായിരുന്നു നിങ്ങൾ പലരും കുറേ അഭിപ്രായങ്ങൾ പറയും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമുക്കും എനിക്കും കൂടി ചെയ്യാനൊരു ഇൻട്രസ്റ്റാണ്. അത് വീഡിയോ എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നല്ലപോലെ ഇരുട്ടാവാറായി. ഇനി ചെടി നനയ്ക്കട്ടെ, അത് കഴിഞ്ഞിട്ട് കുളിക്കണം. ആകെ വെറുത്ത് കുളിച്ചു. നല്ല ചൂടുണ്ട്. മഴ പെയ്യാനാണോ എന്താണെന്നറിയില്ല. ലക്കിക്കും ദേഷ്യമായി തുടങ്ങിയിട്ടാ. ഇരുട്ടാവണ നേരത്ത് അവന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കും. അതിനും പണ്ടത്തെ കാർന്നോമാരെ പോലെയാണ്. വൈകുന്നേരം വിളക്കെത്തിക്കാറായിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ചീത്ത പറയാണ് എന്നെ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ്. ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് ഇടാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.